പ്ലാച്ചിമട സമരത്തിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് CPI ആയിരുന്നു. ആ CPIയുടെ അഭിപ്രായം അറിയാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. CPI അഭിപ്രായം പറയണം. 1999 നയനാർ മുഖ്യമന്ത്രിയായ കാലത്താണ് ഒരു ഉത്തരവിറക്കിയത്, ഇനിമേൽ കേരളത്തിൽ മദ്യനിർമ്മാണശാലകൾ വേണ്ട എന്ന്. നയനാർ കൊണ്ടുവന്ന ഉത്തരവ് പോലും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ മദ്യനിർമ്മാണ യൂണിറ്റ് ഒന്നല്ല 6ഓളം വലിയ യൂണിറ്റുകൾ ആരംഭിക്കാനുള്ള തീരുമാനമെടുത്തത്. ഏതായാലും ശരി, ഇതിനെതിരായിട്ടുള്ള പോരാട്ടവുമായി തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ എൻ്റെ കയ്യിൽ ഒരു രേഖയുണ്ട്, അത് നിങ്ങൾക്ക് തരാം. കേരള സ്മാൾ ഹൈഡ്രോ പവർ പോളിസിയാണ്, 2012 ആ പോളിസിയിൽ പറയുന്നത് ഇത് ചെറിയ ജലവൈദ്യുതി പദ്ധതികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റാണ്. ഈ പ്രോജക്റ്റ് വ്യക്തമായി സൂചിപ്പിക്കുന്നത് ഇത് ഡ്രാഫ്റ്റ് പോളിസിയാണ്. അതിനുവേണ്ടി ഏറ്റവും അത് ആ പോളിസി പ്രകാരം സ്വകാര്യ വ്യക്തികൾക്കല്ല ഈ ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ ആരംഭിക്കാനുള്ള ഒരു പോളിസിയാണ്. ആ പോളിസി പ്രകാരമാണ്, ആ പോളിസി വരുന്നതിന് മുമ്പ് തന്നെ നയനാർ ഗവൺമെന്റ് കാലത്ത് പിണറായി വിജയൻ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലത്താണ് മണിയാറിൽ, പത്തനംതിട്ട ജില്ലയിലെ മണിയാറിൽ പുതിയതായി BOT വ്യവസ്ഥയിൽ ഒരു കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 12 മെഗാവാട്ട് ഉൽപ്പാദിപ്പിക്കാനുള്ള അനുവാദം കൊടുത്തു. 30 വർഷത്തേക്കായിരുന്നു അനുവാദം. ആ 30 വർഷം ഈ ഡിസംബർ 31 തീർന്നു. ഇതുവരെ കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന പ്രൈവറ്റ് കമ്പനിയുടെ കയ്യിൽ നിന്ന് അത് തിരിച്ചെടുക്കാൻ ഗവൺമെന്റ് തയ്യാറല്ല. നിയമസഭയിൽ ഞാൻ സബ്മിഷനായി അവതരിപ്പിച്ചതാണ്. വൈദ്യുതി മന്ത്രി പറഞ്ഞു ഞങ്ങൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുമായി ആലോചിക്കുക. പക്ഷെ മുഖ്യമന്ത്രി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു ഞങ്ങൾ എവർക്ക് തന്നെ കൊടുക്കുമെന്ന് മട്ടി പറഞ്ഞു. 30 വർഷം BOT ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ആ പദ്ധതി പ്രകാരം അതിന്റെ കാലാവധി കഴിഞ്ഞിട്ടും വീണ്ടും അവർക്ക് കൊടുക്കുന്നത് വൻ അഴിമതിയാണ്. ഇപ്പൊ തന്നെ 10, 600, 700 കോടി രൂപയുടെ പ്രയോജനം കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. 30 വർഷത്തേക്കാണ്. അൺഇന്ററപ്റ്റഡായി വെള്ളം കിട്ടുന്നതാണ്, കാരണം ഡാമിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ്. അപ്പം 30 വർഷം അവർക്ക് സൗജന്യമായി അവരുടെ വ്യവസായങ്ങൾക്ക് വൈദ്യുതി കിട്ടി. ബാക്കിയുള്ള വൈദ്യുതി ഗവൺമെന്റിന് ഇലക്ട്രിസിറ്റി ബോർഡിന് വിൽക്കുകയാണ് കമ്പനി. കാലാവധി കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡിന് തിരികെ നൽകണമെന്ന് ഇലക്ട്രിസിറ്റി ബോർഡ് ആവശ്യപ്പെട്ടു. ഇപ്പോഴും ഇത് കൊടുക്കാൻ തയ്യാറാവുന്നില്ല, തീരുമാനമെടുക്കുന്നില്ല. കാർബറാണ്ടം യൂണിവേഴ്സൽ ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയെ സഹായിക്കാൻ വേണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി നിൽക്കുകയാണ്. വൈദ്യുതി മന്ത്രി പറഞ്ഞ വാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് കമ്പനിക്ക് വേണ്ടി നിൽക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത്.